കാര്യം പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോ റിലേറ്റഡ് വീഡിയോ ആണ്. നമ്മൾ മീഷോയിൽ പർച്ചേസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. എല്ലാവരും തന്നെ മീഷോയിൽ പർച്ചേസ് ചെയ്യാത്ത ആരും തന്നെ കാണില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതിൽ വന്നിട്ട് ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ, ഭയങ്കര ചീപ്പ് റേറ്റിൽ നമുക്ക് എല്ലാ ഐറ്റംസും ഒക്കെ നമുക്ക് ഭയങ്കര റാൻഡം ആയിട്ട് നമുക്ക് ഓരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ കുട്ടി ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് വരെ നമുക്ക് എവിടെ നിന്ന് കിട്ടും, മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷെ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ മിക്കവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് റോങ് ഐറ്റം വരിക. അതായത് നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് അല്ലാതെ വേറെ ഐറ്റം വരിക. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതെങ്ങനെ നമുക്ക് കറക്റ്റ് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ മീഷോയിൽ നിന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കി വാങ്ങിക്കാം എന്നൊക്കെയുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനല് ഇതുവരെ ഇപ്പൊ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ മറ്റ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ജസ്റ്റ് പ്രൊഫൈലിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മള് മീഷോയിൽ ആദ്യം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ വെറുതെ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ലാഗ് അടുപ്പിക്കുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യുക, എന്നിട്ട് പർച്ചേസ് ചെയ്യുക. നമുക്ക് എന്താണ് വേണ്ടത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ഇപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിലും ആമസോണിൽ നിന്നാണെങ്കിലും മീഷോയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നിട്ടാണെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്, അതായത് ഫസ്റ്റ് എല്ലാവരും വിട്ടുപോകുന്നത്, എല്ലാവരും റേറ്റിംഗ് നോക്കും, റിവ്യൂസ് നോക്കും, 4 സ്റ്റാർ റേറ്റിംഗ് 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ളതാണോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ വാങ്ങിക്കും. പക്ഷെ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന ഐറ്റം വന്നിട്ട് നമുക്ക് കറക്റ്റ് ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത കളർ വന്നിട്ട് യെല്ലോ ആയിരിക്കാം, ഏതെങ്കിലും ഒരു ഡ്രസ്സ് ആണെന്നിരിക്കട്ടെ, അപ്പൊ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെന്നിരിക്കട്ടെ, നമ്മൾ ഓർഡർ ചെയ്തത് ജസ്റ്റ് ഒരു യെല്ലോ കളറിലുള്ള ഐറ്റമാണ്. പക്ഷെ നമുക്ക് കയ്യിൽ കിട്ടുന്നത് ഒരു റെഡ് കളർ ആയിരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ ആയിരിക്കാം. അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ഒക്കെ മീഷോയിൽ നിന്ന് കുറെ പേര് എന്തായാലും ഫേസ് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ബിലോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാം. കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്കൊരു 100% കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു 95 അല്ലെങ്കിൽ ഒരു 90% കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മീഷോ ട്രസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുന്നത്. ഇപ്പം ഫ്ലിപ്കാർട്ട് അഷ്വേർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയത്തില്ലേ. ഇപ്പൊ ഫ്ലിപ്കാർട്ടില് നമ്മൾ കയറി പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ ചൂസ് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റിനാണ് ഫ്ലിപ്കാർട്ട് അഷ്വേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണും. ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാൻ ഈ കാണുന്ന പോലെ ഇങ്ങനെ ഒരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഇല്ലാത്ത പ്രൊഡക്റ്റുകളും കാണും. അതുപോലെ തന്നെ നമ്മുടെ മീഷോയിലും ഉണ്ട്. മീഷോയിൽ വന്നിട്ട് മീഷോയുടെ ഒരു സിമ്പലും കാര്യങ്ങളും മീഷോ ട്രസ്റ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ മീഷോ അഷ്വേർഡ് എന്ന് പറഞ്ഞിട്ട് കാണും. ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. അങ്ങനെയുള്ള പ്രൊഡക്റ്റിന്റെ സൈഡിൽ ഇങ്ങനൊരു ഈ കാണുന്ന പോലുള്ളൊരു ചെറിയൊരു സൈൻ അല്ലെങ്കിൽ ഒരു സിമ്പൽ, ഒരു വാട്ടർമാർക്ക് പോലത്തെ ഒരു പരിപാടി ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് നിങ്ങൾ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളതും ഇല്ലാത്തതും കാണും. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് നിങ്ങൾ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുന്ന ടൈമിൽ അവരെവിടെ നിന്ന് പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് വിടുന്ന ടൈമിൽ, ഡെലിവറിക്കായിട്ട് അത് റെഡിയാക്കി സെറ്റാക്കി പാക്ക് ചെയ്ത് വിടുന്ന ടൈമിൽ വന്നിട്ട് കറക്റ്റ് ആയിട്ട് ഒരു പ്രോസസ് ചെക്കിങ് ഉണ്ടാവും അവരുടെ സൈഡിൽ നിന്ന്. അപ്പൊ മറ്റല്ലാതെ നമ്മൾ വാങ്ങിക്കുന്ന ഐറ്റംസിന് ചെക്കിങ് ഇല്ല എന്നല്ല. ഇപ്പൊ മീഷോ ട്രസ്റ്റഡ് അല്ലാത്ത സെല്ലറിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിക്കുമ്പോൾ കറക്റ്റ് വരാതിരിക്കണം എന്നില്ല, ചിലത് വരും. പക്ഷെ അത് നമ്മളൊരു ഒരു ഭാഗ്യപരീക്ഷണം ചെയ്യുന്ന പോലെ ആയിരിക്കും. ചിലപ്പോൾ ചിലതിന് റിട്ടേൺ പോലും കാണത്തില്ല. അപ്പൊ നമ്മൾ റിട്ടേൺ നോക്കി വാങ്ങിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇങ്ങനൊരു കേസ് അതിലുണ്ട്. അപ്പൊ മാക്സിമം വന്നിട്ട് ഈ രീതിക്ക് ഈ ഒരു സിമ്പിൾ കാര്യങ്ങൾ ഉള്ളത് വന്നിട്ട്, ഈ ഒരു വാട്ടർമാർക്ക് ഉള്ളത് വന്നിട്ട് നിങ്ങൾ മാക്സിമം വന്നിട്ട് വാങ്ങുന്ന ടൈമിൽ ശ്രദ്ധിച്ച് നോക്കി വാങ്ങിക്കുക. അങ്ങനെയുള്ള വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മീഷോന്റെ സൈഡിൽ നിന്നിട്ട് ഇത് പല ഓരോ സെക്ഷൻ ഓരോ ഇതിലെത്തുന്ന ടൈമിലും, അല്ലെങ്കിൽ മീഷോ നമുക്കിത് പാക്ക് ചെയ്ത് വിടുന്ന ടൈമിലാണെങ്കിൽ, ആ സെല്ലറിൽ നിന്ന് പാക്ക് ചെയ്ത ടൈമിലാണെങ്കിൽ മീഷോന്റെ സൈഡിൽ നിന്നിട്ട് ഒരു ആ പ്രോഡക്റ്റ് കറക്റ്റ് അത് തന്നെ ആണോ എന്നുള്ള ഒരു വെരിഫൈയിങ്, ഒരു കൺഫേമിങ്, ചെക്കിങ് പോലുള്ള ഒരു പരിപാടി അവിടെ നടക്കും. അത് മീഷോന്റെ സൈഡിൽ നിന്ന് നടക്കും. അതുപോലെ തന്നെയാണ് ഫ്ലിപ്കാർട്ടിന്റെ ആയാലും ആമസോണിന്റെ സൈഡിൽ നിന്നാണെങ്കിലും. അപ്പൊ ഇങ്ങനെയുള്ള ഇത് ഒരു ടാഗ് ഉള്ളത് നോക്കി നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ അത് നിങ്ങൾ നോക്കി വാങ്ങിക്കുക. അപ്പൊ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ്.
അപ്പൊ നമ്മുടെ സെക്കൻഡ് പോയിന്റ് റേറ്റിംഗ് കാര്യങ്ങള് എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. റേറ്റിംഗ് റിവ്യൂസ് കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാം നമ്മൾ മാക്സിമം വന്നിട്ട് റേറ്റിംഗ് ഉള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ടൈമില്. അപ്പൊ 4 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാറിന് എബോ ഉള്ള ഐറ്റംസ് ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നല്ലതെന്ന് എപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 അല്ലെങ്കിൽ 4 സ്റ്റാർ എബോ 4 സ്റ്റാറിനുള്ളതായിരിക്കും നമ്മൾ റേറ്റിംഗ് ഉള്ളതായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിന്റെ ഒരു അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വന്നിട്ട് ഞാൻ ഇതിന്റെ കൂടെ തന്നെ പറയാം. അതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ കൂടെ നോക്കി പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാം. റിവ്യൂസ്, അതായത് വാങ്ങിയിട്ടുള്ള കസ്റ്റമർ കൊടുത്തേക്കുന്ന ജസ്റ്റ് അവർ എഴുതിയൊക്കെ വിട്ടിട്ടുണ്ടാവില്ല, അപ്പൊ ടൈപ്പ് ചെയ്ത് വിട്ടേക്കുന്ന അതിന്റെ റിവ്യൂസ്, പിന്നെ ഫോട്ടോസ്, ഈ പ്രൊഡക്റ്റിന്റെ ഫോട്ടോസ് ഒക്കെ കുറെ പേര് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള റിവ്യൂസ് ഇതൊക്കെ നിങ്ങൾ നോക്കുക, മെയിൻ ആയിട്ട് അതൊക്കെ നോക്കുക. പക്ഷെ ഇതിന്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാതെ, ആദ്യം കുറച്ചു പേര് ശ്രദ്ധിക്കുന്നുണ്ടാവും, പക്ഷെ കുറച്ചു പേര് ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യമുണ്ട്. ഒരു കാര്യമുണ്ട് മെയിൻ ആയിട്ട്. ഇപ്പം ഈ 4 അല്ലെങ്കിൽ 4 സ്റ്റാർ എബോവിനുള്ള ഐറ്റംസ് നമ്മൾ വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ അതാണ് നമ്മൾ വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണ് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും, എല്ലാവർക്കും ഇല്ലെങ്കിലും കുറച്ചു പേർക്കെങ്കിലും പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. ഇത്ര പേര് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ആ പ്രോഡക്റ്റ് എന്ന് നമ്മൾ നോക്കുക. ഇപ്പം 2 പേരായിരിക്കും ചിലപ്പം 4.5 റേറ്റിംഗ് ഉള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് 2 പേരായിരിക്കും. ആ 2 പേരായിരിക്കും ഈ 4.5 റേറ്റിംഗ് കൊടുത്തേക്കുന്നത്. അത് ചിലപ്പം ഒരു ജെന്യുവൻ ആയിട്ടുള്ള റേറ്റിംഗോ കാര്യങ്ങളോ ആയിരിക്കില്ല അവർ മേ ബി കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ആ പ്രൊഡക്റ്റ് ചിലപ്പം ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് വന്നിട്ടുള്ളത് ക്വാളിറ്റി ഇല്ല. അപ്പൊ അതിന്റെ കേസ് ഇതാണ്. അതിന് 4.5 അല്ലെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഫുൾ ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷെ ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നതെന്നുള്ളതിന്റെ റീസൺ ആണ് ഞാൻ പറയുന്നത്. 2 പേരായിരിക്കും അതിന് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ ഇപ്പുറത്തെ സൈഡില് അല്ലെങ്കിൽ വേറൊരു സെല്ലർ ഇട്ടിരിക്കുന്ന മീഷോയിൽ ഇട്ടിട്ടുള്ള ഇത് വന്നിട്ട് നമുക്ക് വാങ്ങിക്കാനുള്ള ഓപ്ഷനിൽ വന്നിട്ട് വേറൊരു സെല്ലറിന്റെ സൈഡിൽ നിന്ന് ചിലപ്പം ആ സെയിം പ്രൊഡക്റ്റിന് 3.8 അല്ലെങ്കിൽ 3.7 റേറ്റിംഗ് ഉണ്ടാവുള്ളൂ. അതായത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന റേറ്റിംഗ് 3.7 ഉണ്ടാവുള്ളൂ. പക്ഷെ ആ പ്രോഡക്റ്റ് അടിപൊളി ക്വാളിറ്റി ഉള്ള ആയിരിക്കും. ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നല്ലേ, ഇത് തമ്മിൽ എങ്ങനെ ഈ ഡിഫറൻസ് എങ്ങനെ മനസ്സിലാക്കുന്നു? അപ്പൊ നമ്മൾ വാങ്ങിക്കുന്നതിന്റെ കൂടെ ആ റേറ്റിംഗ് കൊടുത്തേക്കുന്നത് എത്ര കസ്റ്റമർ ആണ് റേറ്റിംഗ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കുക. അപ്പൊ ഇവിടെ 3.7 അല്ലെങ്കിൽ 3.6 കൊടുത്തേക്കുന്നത് 1 lakh അല്ലെങ്കിൽ 50,000 എബോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു 12,000 മേളിലൊക്കെ ഉള്ളവരാണെങ്കിലും 3.8 എന്നൊക്കെയുള്ളൊരു റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ധൈര്യമായിട്ട് വാങ്ങിക്കാം. ബാക്കി എന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കുക. പിന്നെ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ മീഷോ ട്രസ്റ്റഡ് ആയിട്ടുള്ള സെല്ലറിൽ നിന്നിട്ടാണോ എന്നുള്ളത് അതും നോക്കുക. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ധൈര്യമായിട്ട് അത് വാങ്ങിക്കാം. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്ത് വന്നിട്ട് കമന്റ് ചെയ്താൽ മതി, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്തോളൂ. നമ്മുടെ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തോളൂ. അപ്പൊ അത്രയുള്ള തെറ്റാ.